അമ്മായിരത്തെ പരീക്ഷ നടത്തരുത് കേട്ടോ. മേലെ നടത്തരുത് ഉമ്മായിരത്തെ പരീക്ഷ. മേലെ അമ്മായിരത്തെ പരിപാടി കാണിക്കരുത്. അപ്പൊ ഗൈസ്, ഇത് ഞാൻ ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റത്തെ എടുത്തത് കേട്ടോ. മറന്നുമായിട്ട് കണക്കാക്കിയത് ജസ്റ്റ് ഫോർ എ എന്റർടൈൻമെന്റ് പർപ്പസ്. കാരണം എന്താ വെച്ചാൽ ഇനി വേണമെങ്കിൽ നാളത്തെ ന്യൂസിലൊക്കെ ഇതിന്റെ വാർത്തയും വരും. എങ്ങനെ പരീക്ഷ എങ്ങനെ നടത്തിയത്, ഇങ്ങനെ നടത്തരുത് എന്ന് പറഞ്ഞിട്ട് വ്ളോഗർ അഭിനയിച്ചിരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത വരുത്തി വെക്കാൻ വയ്യാത്തോണ്ടാണ്. അപ്പോൾ ഈ നിങ്ങൾ ഫസ്റ്റ് കണ്ടത് ജസ്റ്റ് ഫോർ എ ഫണ്ണ്. അപ്പോൾ എന്തായാലും നേരെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം കേട്ടോ. അതിൻ്റെ ഇടയിൽ ഉടായ്പ ആട്ടിയിട്ട് സ്കിപ്പ് അടിച്ച് പോകണവരുണ്ട്. സ്കിപ്പ് അടിക്കാതെ മുഴുവൻ ഇരുന്നാണ്. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോ ഒക്കെ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ ഇന്നൊക്കെ പറയേണ്ട ആവശ്യമില്ലല്ലോ, കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാവുന്നതാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ എന്തായാലും മെയിൻ എക്സാമിന്റെ പേപ്പറൊക്കെ റിവ്യൂവിന് വരുവുള്ളൂ പറഞ്ഞേക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ പരീക്ഷ എങ്ങനെ ഉണ്ട് എന്ന് വെച്ചാൽ നല്ല കാറ്റായിട്ടുണ്ടായിരുന്നു. അതല്ല, പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. എളുപ്പമാണെന്നോ ഭയങ്കര കട്ടിയാണെന്നോ ഭയങ്കര എളുപ്പമാണെന്നോ ഞാൻ പറയുന്നില്ല. കാരണം മോഡല് അടിപൊളിയായിരുന്നു. ഇംഗ്ലീഷിന്റെ ഇത് ഇംഗ്ലീഷാട്ടോ. മോഡൽ പേപ്പർ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു സാധനം കാണിച്ചത് എൻ്റെ ഹാൾ ടിക്കറ്റിലുള്ള ഗൈസ്, എൻ്റെ ഹാൾ ടിക്കറ്റിലുള്ള ഫോട്ടോ ഇത് എന്നോ ഉള്ള ഫോട്ടോ ആട്ടോ. മുടിയൊക്കെ പറ്റ വെട്ടിച്ചിട്ടുള്ള ടൈമിൽ എടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു. അതാണ് ഹാൾ ടിക്കറ്റ്. ഇനി എൻ്റെ എസ്എൽസി ബുക്കിലൊക്കെ ആ ഫോട്ടോ ആട്ടോ. പണ്ടത്തെ, അതായത് ഞാൻ ഒരു 8-9 ആ ക്ലാസ്സിൽ നിന്ന് പഠിക്കുമ്പോൾ എടുത്താണ്. ഇല്ലേ, 8-9 ക്ലാസ്സൊക്കെ പഠിക്കുമ്പോൾ എടുത്ത നമ്മൾ എന്തൊക്കെ ഇതാ പിന്നെ ഫസ്റ്റ് തന്നെ ഇതിൽ ഒരു ചാപ്റ്ററത്തെ പാരഗ്രാഫ് എടുത്തിട്ട് അതിൽ 1 വേർഡ് ആക്കിയിട്ട് എൻ്റെ ക്വസ്റ്റ്യൻ കൊടുത്തിരുന്നത് നമ്മൾ കണ്ടെത്താൻ. അതിൽ ഞാൻ വിട്ടുകയാണ് കേട്ടോ. അതിന് എനിക്ക് കിട്ടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നേരത്തെ ചാപ്റ്ററിന് കിട്ടുന്നു. നമ്മൾ എല്ലാം കൂടി പഠിച്ചേക്കുമ്പോഴേ, അതാണ് എനിക്ക് എപ്പോഴും പറയുന്നത്, എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാതിരിക്കുക. ക്ലിയർ കിട്ടില്ല ഗൈസ്. ഞാൻ ലൈറ്റ് ഓൺ ആക്കിയിട്ടില്ല. വെറുതെ ലൈറ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് വലിച്ചടിക്കണോണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വലിച്ച ഞാൻ ഒന്നാകെ വെളുത്ത പണ്ടായി പോകും. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഏതാണ്? പിന്നെ ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു 4 ക്വസ്റ്റ്യനാണ് കൊടുത്തേക്കുന്നത് ഈ പോയത്തൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഉണ്ട് കേട്ടോ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കട്ടി ഹാർഡായിട്ട് തന്നെ വന്നേക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മറ്റേ മോഡലിന്റെ സ്ട്രക്ചർ മാതിരിയല്ല ഇതിന്റെ വന്നേക്കുന്നത്. ക്വസ്റ്റ്യനൊക്കെ വ്യത്യാസമുണ്ട്. ഞാൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്നറിയോ? വലിച്ചല്ലോ നാദാ, ഒന്നും അറിഞ്ഞൂടല്ലോ. അതാണ് കണ്ടപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യം. കണ്ടില്ലേ ഇതൊക്കെ? പിന്നെ ഇതാണ് എല്ലാവർക്കും പറ്റിയ മിസ്റ്റേക്ക് കേട്ടോ. പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ബാനു മുസ്താഖ്. ഇതിൽ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ഹീ ആണ് കൊടുക്കേണ്ടത്. അതായത് ഒരു ആണ് എന്നുള്ള ഇതിലാണ് കൊടുത്തത്. ഞാൻ അടക്കം ഹീ എന്നാട്ടോ കൊടുക്കുന്നത്. പിന്നെ ഇൻസ്റ്റാഗ്രാം കൊണ്ട് ഫുള്ള് തന്നെ എല്ലാവരും അതിനെ വിചാരിച്ചു. റീല് കുറെ റീച്ചായ റീൽ അങ്ങനെ വന്നിരിക്കുന്നത്. 1 മില്യൺ 2 മില്യൺ വെച്ച റീലൊക്കെ ഉണ്ട്. അതിനെല്ലാരും ഒരുവിധ കുട്ടികളൊക്കെ +1 പഠിക്കുന്ന കുട്ടികളൊക്കെ തന്നെയാണ് കമന്റ് ചെയ്തിരുന്നത്. ബാനു മുസ്താഖിന് ഷീയാണെന്ന് കൊടുക്കേണ്ടത് ഹീ ആണ് കൊടുത്തത്. അപ്പോ ഞാനത് പോയി വിചാരിച്ച അതിന് മാർക്ക് ഞാൻ പറഞ്ഞത്, അതിന്റെ മാർക്ക് എന്ന് പറഞ്ഞാല് 4 മാർക്കാണ്. ആ 4 പോയി വിചാരിച്ച്. ബട്ട് ഞാൻ സ്റ്റിൽ അത് സ്കൂളത്തെ സാർമാരോട് വെച്ച് പറഞ്ഞ അത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല. ഷീ ആണോ ഹീ ആണോ എന്ന് ഇൻക്ലൂഡ് ചെയ്തില്ല. അതുമല്ല നമ്മൾ എന്തൊക്കെ പേരാ കൈസ് നോക്കണേ, എന്തൊക്കെ പേരാണ് നമ്മൾ ഇതുവരെ കേൾക്കാത്ത പേരൊക്കെ കൊടുക്കുന്നത്. അതിൽ ഇൻക്ലൂഡ് ചെയ്തില്ല ഷീ ആണോ ഹീ ആണോ എന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, എന്തെങ്കിലും ക്ലൂ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എഴുതായിരുന്നു. അതാണ് ചെറിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാല്. പിന്നെ പലരും കണ്ട എനിക്കൊരു കാര്യമാണ് ഇതിൽ 14ാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ ഗൈസ്, കാണുന്നുണ്ടോന്നറിയില്ല. 14ാമത്തെ ക്വസ്റ്റ്യൻ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനായിരുന്നു ആലിസ് ക്ലിഫോർഡിന്റെ. പലർക്കും തെറ്റിയെന്ന് പറഞ്ഞാൽ മാഗി ആണെന്ന് ഓർത്തില്ല. മാഗി മറ്റേ തിന്നണ മാഗി അല്ല കേട്ടോ. എപ്പോഴും പറഞ്ഞ തിന്നണ മാഗി ഒന്നുമല്ല,
മാഗി എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ്. അപ്പൊ ആ മാഗി ആണെന്ന് ഓർത്തില്ല ആലീസ് മാർഗരറ്റ് ഫോർഡ് എനിക്കറിയായിരുന്നു കേട്ടോ. ഞാൻ എന്നെ പുകത്തുമല്ല എന്നെ താഴ്ത്തുമല്ല. ഓക്കെ, എനിക്കറിയാവുന്ന കാര്യം അറിയണ വരി ഞാൻ പറയാണ്. എനിക്കറിയായിരുന്നു സ്വാഭാവികമായിട്ട് ഈ പേരൊന്നും മായ കിട്ടില്ല കേട്ടോ. ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്ന് പറഞ്ഞ മാഗി ആയിരുന്നു എന്ന് എനിക്കറിയായിരുന്നു. അതിനോട് കുഴപ്പമില്ല, ഞാൻ എഴുതി വെച്ചിരുന്നു. ഇത് 4 മാർക്ക് കിട്ടി, സ്റ്റിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടാവും. എനിക്കൊരു ഹോപ്പ് ഉണ്ട്, പ്രതീക്ഷ ഉണ്ട്. അപ്പൊ ഇതില് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സും ഇതൊക്കെ വന്ന് ഇതൊന്നും മോഡലില് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ഇതൊന്നും കണ്ടില്ല. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എഡിറ്റിംഗ് ഒക്കെ കണ്ടിരുന്നു, എന്നാലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് സ്റ്റിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ റിപ്പോർട്ടർ സ്പീച്ച് അങ്ങനെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പിന്നെ മെയിൻ ആയിട്ടുള്ള ഇത് പറഞ്ഞാൽ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫുൾ എഴുതിയിരുന്നു. 6 മാർക്ക് എനിക്ക് കിട്ടുന്ന എനിക്ക് ഫുൾ ഹോപ്പ് ഉണ്ട് കേട്ടോ. കാരണം എന്താ പറഞ്ഞാൽ സൈബർ സ്പേസിന്റെ കാണുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കേട്ടോ. ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചുതരാം. സൈബർ ക്രൈംസ് ആർ ഓൺ ദ റൈസ് എവറി ഡേ. ദ IT ക്ലബ് ഓഫ് യുവർ എന്നുള്ളത് ഇത് എഴുതാൻ സമയത്ത് അവർന്നാക്കിയാൽ മതി കേട്ടോ. അത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞെന്നുള്ളത്. യുവർ എന്നുള്ള ടവറാക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് ഇട്ട് എഴുതാവുന്നതാണ്. യുവർ സ്കൂൾ ഓർഗനൈസ്ഡ് എ സെമിനാർ ഫോക്കസ്ഡ് ഓൺ ദ ടോപ്പിക് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ സെക്യൂരിറ്റി. അതിനെ പറ്റിയിട്ടാണ് നമുക്ക് എഴുതാനുള്ളത്. പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് പ്രോഗ്രാം റിപ്പോർട്ട് ഓഫ് ദ സെമിനാർ ബേസ്ഡ് ഓൺ ദ പ്രൊവൈഡഡ് പ്രോഗ്രാം ചാർട്ട്. അതാണ് നമുക്ക് ഇതൊന്ന് എഴുതാനുള്ളത്. അപ്പോൾ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാം ചാർട്ട് തയ്യാറാക്കാനാണ് ഞാൻ തയ്യാറാക്കുന്നത്. കാരണം ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതേമായിട്ടുള്ള ചാപ്റ്ററുകൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, അത് സൈബർ ഒരു ഇന്റർനെറ്റ് സോഷ്യൽ മീഡിയ അങ്ങനെ ഉള്ള സൈബർ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് കൂടുതൽ എന്താ പറയാ, എനിക്ക് കൂടുതൽ താല്പര്യമാണ് കേട്ടോ അതിനോടുള്ള. അപ്പൊ ഞാനിത് ഏറ്റവും കൂടുതൽ നമ്മളെ +1 ഞാൻ നോക്കി വെച്ചൊരു ചാപ്റ്റർ ആയിരുന്നു ഇത് എന്ന് പറഞ്ഞാല്. അപ്പൊ എനിക്ക് അത്രയും ഇത് പഠിക്കാൻ സിമ്പിളും ആണ്, എനിക്ക് കൂടുതൽ താല്പര്യമുള്ള ചാപ്റ്ററുമാണ്. അതിനോട് സിമ്പിളായിട്ട് ഞാൻ എഴുതി വെച്ചു. പിന്നെന്ന് പറഞ്ഞാല് പിന്നെയുണ്ട് കേട്ടോ കുറെ വന്നേ. മറ്റേ മോഡൽ തന്നെ ആയിരുന്നു, ഞാൻ ഇതിനും പറയാം, മോഡൽ തന്നെ ആയിരുന്നു കുറച്ചുകൂടി ബെറ്റർ കിട്ടും. കാരണം ഇതില് ക്വസ്റ്റ്യന്റെ സ്ട്രക്ചറൊക്കെ മാറി വന്നാണ്. സ്ട്രക്ചറൊക്കെ മാറി വന്നാണ്. ഇത് പിന്നെ അതേമാതിരി തന്നെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് അതില് ജോബ് ആപ്ലിക്കേഷനും റെസ്യൂം നമ്മൾ തയ്യാറാക്കാൻ അതൊക്കെ സിമ്പിളാണ് ഗൈസ്. ഇതല്ലേ ക്വസ്റ്റ്യൻ നമ്പർ ഞാൻ പറഞ്ഞത് 27 ആട്ടോ ക്വസ്റ്റ്യൻ നമ്പർ. ഇത് കാണുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ലൈറ്റ് ഇട്ടിട്ടില്ല. ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ പുറത്തുനിന്ന് ഈ വെളിച്ചങ്ങൾ കണ്ടില്ലേ, ലൈറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒന്നാകെ എൻ്റെ ഫേസ് കവർ ചെയ്യും ഒന്നാകെ. അതാണ് ഞാൻ പിന്നെ ലൈറ്റ് ഇടാഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 5 മിനിറ്റ് 6 മിനിറ്റ്. ഞാൻ വലിയ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാൻ ഒരു ചടപ്പുണ്ടാവും. അപ്പോൾ എത്രയൊക്കെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ, അതായത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറാണിത്. ടൈം 2.25 ഹവറാണ്. പിന്നെ കൂൾ ഓഫ് ടൈം 15 മിനിറ്റ്. പിന്നെ വരുന്നത് 80 മാർക്കിലാണ്. ഇത് ഡബിൾ പാസ് എത്ര 40 അങ്ങനെ എന്തോ തോന്നുന്നു, 48 അങ്ങനെ സംതിങ് എന്തോ ആണ്. അപ്പോൾ പരമാവധി ഡബിൾ പാസ് അല്ല A+ വാങ്ങാൻ ശ്രമിക്കുക. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് പരമാവധി A+ വാങ്ങാൻ ശ്രമിക്കുക. എനിക്ക് A+ ഉണ്ടാവുമെന്ന് ഇങ്ങനെ തിരിച്ചു വയ്ക്കണം ഓരോരുത്തരോട് പറയാനുള്ളത്. A+ ഉണ്ടാവുന്ന ഹോപ്പ് ഇല്ലെങ്കിലും പാസ് ആവുള്ള ഡബിൾ പാസ് ഉണ്ടാവും അത് ഉറപ്പിക്കുക. ഡബിൾ പാസ് ഉണ്ടാവും, എന്നാലും A+ അങ്ങനെ എത്തൂല എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഡബിൾ പാസ് ഉണ്ടാവും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ഇതിന്റെ വീഡിയോ. ഇത് ഇന്ന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ, ഇംഗ്ലീഷിന്റെ പരീക്ഷ കഴിഞ്ഞു. മൈക്ക് ഒരു വാർത്ത അടങ്ങി വെച്ചപ്പോൾ നിൽക്കില്ല കേട്ടോ. അതല്ലേ ഇത് ഞാൻ ഉപയോഗിച്ചില്ലായിരുന്നു ഈ മൈക്ക് കുറെ കാലം അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നു. ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും ഉള്ളിൽ. ഇതാണ് നമ്മളെ ബോക്സ് എന്ന് പറഞ്ഞാൽ 21% ചാർജ് ഒരു മൈക്ക് കണ്ടില്ലേ. ഇതാണ് ഞാൻ സ്ഥിരം ഉപയോഗിക്കൽ. എനിക്ക് ഒരു മൈക്ക് യൂസ് ചെയ്താൽ മതിയല്ലോ. ഞാൻ സ്ഥിരം ഇതെന്നെടുക്കും, ഇതന്നെ ഉപയോഗിക്കും.
പിന്നെ ഇത് ഇപ്പൊ എടുത്തിട്ടുള്ളൂ. ഞാൻ ഇത് വാങ്ങിയതിന്റെ ശേഷം ഒരു വീഡിയോ കണ്ടവർക്കറിയാം, ഞാനും അശ്വിനും കൂടി എടുത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ കണ്ടവർക്കറിയാം 2 മൈക്കും യൂസ് ചെയ്യേണ്ട ഞാനും അവനും കൂടി. അതിന്റെ ശേഷം മൈക്ക് ഇവിടെ വെച്ചാട്ടോ ഈ മൈക്ക്. പിന്നെ ഞാൻ തൊട്ടിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊന്നും ഉപയോഗിക്കാം, കുറെ കാലം എടുത്തിട്ട് ഇത് ഉപയോഗിക്കാൻ വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കണ മൈക്കാട്ടോ അതിൻ്റെ ഉള്ളിൽ കിടക്കും. അതിലിപ്പോ ചാർജ് കയറിക്കൊണ്ടേ. അപ്പോ ഈ വീഡിയോ എത്രയൊക്കെ ഉള്ളു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ടിങ് വേണം. എന്താ ഞാൻ വിചാരിച്ച് പല്ലുവെന്തോ ഇങ്ങോട്ട് കുത്തി കയറി നേരെ. സോറി ഗൈസ്. അപ്പൊ അത് എന്താന്ന് പറഞ്ഞാല് ഒരു ആണി മരുത്ത സാധനം കുത്തി കയറി മരുത്തൊരു ഇവിടെ. പോട്ടെ. നേരത്തെ മീൻകറി കഴിച്ചിട്ടുണ്ടല്ലേ, മീനിന്റെ മുള്ളാവുന്നു അങ്ങനെ ഒരു കുത്തി കയറി കഞ്ഞി. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മളെ ചാനല് കണ്ടപ്പോ എന്തോ മാതിരിയാണ് ഗൈസ്. നമ്മളെ ചാനല് സ്റ്റിൽ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകണതിന്റെ ഇടയിൽ ചാനൽ എന്താ പറ്റിയെന്ന് അറിയില്ല. സബ്സ്ക്രൈബേഴ്സ് ഒരു 459 സ്റ്റിൽ 59 ചാനല്. പിന്നെ അവിടെ നിന്ന് കളിക്കില്ല എവിടെ നിന്നും. നമ്മള് നല്ലൊരു ഷോർട്സ് മിഞ്ഞാന്ന് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് 1.3K അടിച്ച് എങ്കിലും നമ്മളെ ചാനൽ സ്റ്റിൽ 459 നിൽക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നും ഉണ്ടെങ്കിൽ നമുക്ക് 1K ആണ് ഗൈസ് നമുക്ക് ടാർഗറ്റ്. ഇനി നമ്മൾ ഇതുപോലുള്ള ട്രാവലിംഗ് വ്ളോഗൊക്കെ ചെയ്യാനും എല്ലാത്തിനും നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ട്രാവലിംഗ് വ്ളോഗ് ഇനി പല സ്ഥലത്തേക്ക് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്ന പല സ്ഥലങ്ങളും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്നതിന് നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ആ സബ്സ്ക്രൈബ് പിന്നെ നിങ്ങൾ കാണുന്ന വീഡിയോസിന് ലൈക്ക് അടിച്ചാൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. പൈസ ചിലവുള്ള കാര്യമല്ല. അപ്പൊ നിങ്ങൾ ഇത്ര ചെയ്യാൻ നമ്മൾ ഇത്രയും എഫോർട്ട് എടുക്കണതിന് നിങ്ങൾ ചേർന്ന ചെറിയൊരു സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യുക. പരമാവധി നിങ്ങൾ കാണുന്ന ഫോണിനെങ്കിലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിവ്യൂ ഇത്രയേ ഉള്ളൂ. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ എല്ലാവർക്കും ഇനി അതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ഇനി ഞാൻ മറ്റേതിൻ്റെ ഒക്കെ റിവ്യൂ ആയിട്ട് വരുന്ന വയസ്സ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ ഞാൻ മെയിൻ എക്സാമിന്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിവ്യൂ ആയിട്ട് വന്നത്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ റിവ്യൂ വേണമെങ്കിൽ ഓരോ സെപ്പറേറ്റ് വീഡിയോ ആക്കിയിട്ട് അതിൻ്റെ ഒരു പ്ലേ ലിസ്റ്റ് വേണമെങ്കിൽ ഞാൻ ചാനലിൽ ഇത് റിവ്യൂയും കാര്യങ്ങളും ഒരു പ്ലേ ലിസ്റ്റ് ആക്കി വേണമെങ്കിൽ മാറ്റാം. അതാകുമ്പോൾ നിങ്ങൾക്ക് അത് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ആ പ്ലേ ലിസ്റ്റിൽ ഇത്രയും റിവ്യൂസ് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ വേണമെങ്കിൽ ഞാൻ അങ്ങനെ ആക്കി തരാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളി. ഞാൻ ഓരോ ഇപ്പോൾ ന്യൂ എക്സാം 27th വരെ എക്സാം എടുക്കുന്നുണ്ട്. അതന്റെ കൈസ് വേറൊരു സംഭവം എന്ന് പറഞ്ഞാലേ ഈ 80 മൈക്ക് ചെറിയ പ്രശ്നമാണ്. അപ്പൊ ഈ 80 മാർക്ക് നമുക്ക് കൂടുതൽ പഠിക്കാനില്ലാത്ത അടങ്ങി ഒരു വാക്ക് കിട്ടില്ല. ഇനി പരമാവധി മാലയമ്മിട്ടിട്ട് ടാഗ് ചെയ്യേണ്ടി വരും മൈക്ക് എന്ന് പറഞ്ഞാൽ. കാരണം ഇത് ഞാൻ ഈ ബട്ടൺ നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട, ഞാൻ ഇടാത്തല്ല, ബട്ടൺ ഇല്ലാത്തതാണ് ഗൈസ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് കൂടുതൽ പഠിക്കാനില്ലാത്ത വിഷയങ്ങളിൽ 1-2 ആഴ്ച ലീവ് നമുക്ക് കിട്ടുന്നുണ്ട് എക്സാം. എന്നാൽ കൂടുതൽ പഠിക്കാനുള്ള സോഷ്യോളജി, കമ്പ്യൂട്ടർ പോലുള്ള വിഷയങ്ങളിൽ നമുക്ക് 2 ദിവസം ലീവ് കിട്ടണുള്ളൂ. അതാണ് ടൈം ടേബിളിൽ വന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം. എന്തോ മാതിരിയാവണ് ഗൈസ്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മാതിരി വരുന്നത്. അപ്പോൾ അതാണ് ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ട് വരുന്നത് ഗൈസ്. അപ്പോൾ ഈ ടൈം ടേബിൾ കുറച്ച് എനിക്ക് ഒരു സോറി ഗൈസ്. അപ്പോൾ ഈ ടൈം ടേബിൾ ചെറുതായിട്ട് എനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല എന്ന് തന്നെ പറയാം. കാരണം നമുക്ക് കൂടുതൽ പഠിക്കാനുള്ള സോഷ്യോളജി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന പോലുള്ള വിഷയങ്ങളിൽ ആകെ നമുക്ക് 2 ദിവസം ലീവും. മറ്റേ നമുക്ക് തീരെ പഠിക്കാൻ കുറവുള്ള വിഷയങ്ങളിലാണെങ്കിലോ നമുക്ക് ഒരുപാട് അത്രക്ക് 1 ആഴ്ച ലീവ് ഒന്നും വേണ്ടില്ലായിരുന്നെന്നാണ് ഞാൻ പറയുന്നത്. കാരണം സ്റ്റഡി ലീവ് കിട്ടണമെന്നല്ല ഞാൻ പറയുന്നത്. കാരണം വെറുതെ ആണ് ഗൈസ്. നമ്മൾ അത്രയും ആഴ്ച ഉണ്ടല്ലോ വിചാരിച്ചിട്ട് ഇതിപ്പോ 7 ദിവസം ലീവ് ആണെങ്കിൽ ഒരു 2 ദിവസം വെറുതെ ഇരുന്നിട്ട് ബാക്കി ദിവസങ്ങൾ ഫുള്ള് പഠിക്കാൻ, ഐ ഇൻക്ലൂഡഡ് മീ. ഞാനും അങ്ങനെ തന്നെയാണ്.
ഞാനും അങ്ങനെയുള്ള വ്യക്തിയാണ്. 2 ദിവസം ഞാൻ എൻ്റെ കാര്യങ്ങൾ യൂട്യൂബിനുള്ള കാര്യങ്ങൾ യൂട്യൂബിലുള്ള എഡിറ്റിങ് ഇതുപോലുള്ള എല്ലാ സാധനങ്ങളും ഞാനായിട്ട് പുറത്തുനിന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്തവരാണെങ്കിൽ അതിലറിയാൻ പറ്റും. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതേമാതിരിയുള്ള ഓരോ എഡിറ്റിങ്ങും ഫോട്ടോസും എല്ലാം കാര്യങ്ങളും ഓരോരുത്തർക്ക് എഡിറ്റിങ് ചെയ്തു. സ്റ്റിൽ ഇങ്ങനെ ഓരോരുത്തർ മെസ്സേജ് അയച്ചിട്ട് എഡിറ്റിങ്ങും കാര്യങ്ങളും എനിക്ക് പ്രൊമോഷൻസും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ ചെയ്യാൻ? ഞാനൊക്കെ എത്ര മൈക്ക് എടുത്തപ്പോൾ ഞാൻ കണ്ടത്തിലറിയണ ഇതിങ്ങനെ കേൾക്കും പറ്റുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഇനി എഡിറ്റ് ചെയ്യുമ്പോഴേ ഈ വീഡിയോ ഞാൻ കാണാനുള്ളൂ. അപ്പൊ ഈ വീഡിയോ എത്ര ഉള്ളൂ? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമ്പിൾ കമന്റ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ തന്നെ മോഡൽ തന്നെയായിരുന്നു ബെറ്റർ. കുറച്ചുകൂടി ആ മോഡലിനെ കാട്ടി കുറച്ചും കൂടി ഹാർഡായിട്ടാണ് പുറത്തെ പേപ്പർ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയോന്ന് വെച്ചില്ല. അന്നത്തെ ഈ വീഡിയോ അത്രേ ഉള്ളൂ. ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ഒക്കെ കാണാൻ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ട്രാവലിംഗ് വീഡിയോസ് ഒക്കെ വേണ്ട കേട്ടോ. ഓക്കെ, ഹോപ്പ് യുവർ ഗൈസ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് കാണുന്നവരെ ബൈ.